നമ്മളിന്നുള്ളത് കൊച്ചിൻ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലെ തട്ടുകടയിലാണ്. ഞാൻ നേരത്തെ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഞങ്ങൾ കുറേ ബജ്ജിയൊക്കെ ആയിട്ട് കേശുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ 12 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. കേശു ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അങ്ങോട്ടോ വിളിച്ചതേക്കാം. അപ്പോൾ നമ്മളിന്ന് ഇതേ ബജ്ജിയാണ് കേട്ടോ കേശുവിന് കൊടുക്കണം. ബർത്ത്ഡേ ആയിട്ട് ബജ്ജി വരാ 12 മണി നൈറ്റ്. നിനക്ക് പിന്നെ മൊത്തം സന്തോഷമില്ലാത്ത കിട്ടിയിട്ട് ബജ്ജിയാണ് കൊണ്ടെന്ന് വെച്ചാൽ മതിയാ മതിയാ കേക്കായാലോ? ഞങ്ങള് ബർത്ത്ഡേ കുടിക്കാൻ ഞങ്ങളുടെ കൂടെയുള്ളത് അപ്പൂണ്ട് രണ്ട് ചേട്ടനന്മാരാണ്. പിന്നെ ഇവിടെ ചേച്ചിയുടെ മോൻ ദേവനുണ്ട്. പിന്നെ മുത്തുണ്ട്. അത് മുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിറ്റയുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിലാണ്, അല്ല ബാക്കിലാണല്ലോ, നമ്മള് ഫ്രണ്ടിലല്ല. വേറൊരു മനുഷ്യനെ നേരത്തെ മുറിച്ചുള്ള അതിന് മുമ്പ് തന്നെ തിന്നാൻ നോക്കണം. ഒരു മുട്ട കേശു ഓക്കെ അല്ലേ? അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ചില്ലാണ്. ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ ആഘോഷം ഉണ്ടാവില്ല. ഇനി കേക്കിന്റെ ആവശ്യമില്ലല്ലോ. ബജ്ജിയല്ലേ ഏറ്റവും ഇഷ്ടം? ആദ്യം ആർത്തിയുള്ളത് ആദ്യം തന്നെ എടുക്കാണ്. മച്ചാനെ കണ്ടോ നോക്ക്, ഒരു മുട്ട കണ്ടുണ്ടാവും. കേശുവിന് ബർത്ത്ഡേ ആയിട്ട് ബജ്ജിയാണ് മുഴുവൻ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കേ. ഓ സർപ്രൈസ്. ബജ്ജി മതിടാ. നിനക്ക് ബജ്ജി മതിയാ? ബജ്ജി മതി. പൈസ നോക്കണം. കേശു ബജ്ജി മതിയാ? ഊത് ഊത് ബജ്ജി വെച്ചോണ്ടിരിക്കില്ലേ? അവിടെ അവിടെ പോയി, അവിടെ അപ്പുറം നോക്ക്. ഓക്കെ കത്തിയില്ലേ? ഓ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ കട്ട് ചെയ്തില്ല. അയ്യോ കാണാൻ പറ്റുമോ? ഞാൻ പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു കുസു. കേശു ഓക്കെ. ആ കൈ കൊണ്ട് തന്നെ താഴ്വോ താഴ്വോ താഴ്വോ. ഓ ഓ മൈ ഗോഡ്. അപ്പൻ തൈലുണ്ടേ. അപ്പൻ 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 മച്ചാനോടെ ഉള്ളപ്പോ ബാക്കി വരെ നോക്കണ. ബാക്കി ഞങ്ങളുള്ളൂ. അവിടെ എയർപോർട്ടിന്റെ ബാക്കിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല ചായ. ഇത്ര നല്ല ചായ ഇവിടെ കിട്ടില്ല. ഇതാണ് സ്പോട്ട്. വെരി വെൽ സ്പോട്ട്. നല്ല കസ്റ്റമർ സർവീസ് എല്ലാം ഉണ്ട്. ഇവിടെ വരാണെങ്കിൽ ഒരു ചായ ഒരു അടി അത് നോക്കിയാണ് നിൽക്കാം. വാട്ട് എ ഫീൽ. ഉള്ളിലുള്ള എല്ലാ ഡിപ്രഷനും പോയി. പിന്നെ നാളെ ട്രെൻഡിങ്ങാ. ഇത് ചെയ്യാനാ നോക്കി ചാനലുകൾ ഇങ്ങനെയൊക്കെയാണ് പോകാൻ തുടങ്ങണേ. അവൻ അതിന്റെ ഇടയ്ക്ക് വേറെ കൂടെ മേടിച്ച അവൻ കില്ലാടിയാണല്ലോ. ചേച്ചി എമൗണ്ട് കുറഞ്ഞു നമുക്ക് അറിയാം. അങ്ങോട്ട് വിളിക്കണേ. ഞാൻ കണ്ടോ ഇതൊക്കെ ഞാൻ എത്ര നാളായിടാ വീഡിയോ ഇട്ടിട്ട്? ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തേ. ഇത് അവിടെ ഇരുന്ന് ഇവരും 10 പ്രാവശ്യം ചോദിച്ച ചേട്ടാ ആ സ്പോട്ട് എവിടെ, സ്പോട്ട് എവിടെയായിരുന്നു ഇതും തന്നെ അല്ലേ? ആ പിള്ളേരൊക്കെ കാണും കേട്ടോ. പോയിന്റ് പോയിന്റ് എല്ലാം അങ്ങനെ. അതിലിങ്ങനെ നമ്മള് വെള്ളം കുടിക്കുമ്പോ ഇടയ്ക്ക് ഇഞ്ചി വായിൽ വരും. ആ ഇഞ്ചി കൂടെ ഒരു കടി കൂടെ അടിക്കും. അപ്പൊ അങ്ങനെ കീറി കൂടെ തലയിൽ അടിക്കും. മുത്തേ
എല്ലാം വേണം. കാണാനില്ല. എന്തായി കേക്ക് എന്തൊരു കഴിച്ചു? വയറ് തീർത്താ? നന്ദുവിന്റെ കഥനകഥകൾ കേക്കട്ടെ. തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാറുണ്ട്. ഞാൻ തിരിച്ചും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ചേച്ചി ഒന്ന് ഇംഗ്ലീഷ് ആലോചിച്ചു മാക്സിമം പറയുന്നതിന്റെ അമ്മയുടെ നായിരുന്നു പറയും. അമ്മയുടെ നായിരുന്നല്ല വേറെ കുറെ വിളിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഒരെണ്ണം പൊട്ടിച്ചിട്ട് അവളെയാ വെറുതെ നമ്പർ അടിക്കാം. അങ്ങനെയാണോ ഇത്? അതിങ്ങനെ പറഞ്ഞു ഇനിയും പറയല്ലേന്ന് പറഞ്ഞു. 1 2 3 വട്ടം പറഞ്ഞു. 4ാമത്തെ വട്ടം പറഞ്ഞ ഒറ്റടി കൊടുക്കും. അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെയല്ല എങ്ങനെ അങ്ങനെ പറഞ്ഞത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു പൊട്ടിക്കൽ ഇങ്ങനെ അടിച്ചു. അവള് പാട്ടി പോണൊരു മുങ്ങി. അവളവിടെ വീണോട്. ബ്രേക്കപ്പ് എന്നുള്ള ഇംഗ്ലീഷ് വേറെ എന്നിട്ട് ഇങ്ങനെയാണ് വീണു. ലാസ്റ്റ് സീനില് ഇവളിങ്ങനെ ഐ തിങ്ക് ഐ ആം ഫാളിങ് ഫോർ യു എന്ന് പറഞ്ഞു. ഇപ്പം പെട്ടെന്ന് എന്നെ കിളിച്ചിട്ട് മലയാളത്തിൽ എന്ന് പറഞ്ഞു. അതുപോലെ നന്ദനെ പച്ചക്ക് ചെയ്തത് മലയാളത്തിൽ എളുപ്പം ഇല്ല. ഇവിടുന്ന് നേരെ വീണു. അതൊരു എടി പണ്ടാറ എണീറ്റ് വന്ന് സെമിനാരിയില് പറഞ്ഞു വല്ല പേടിപ്പിച്ചു പറഞ്ഞ എന്നെ കൊണ്ടുപോകും. പണ്ടാറ എണീക്കാൻ പറഞ്ഞു. എണീറ്റിട്ട് ഇവള് കരടയാണ്. എവിടെ അത്ര ഷോട്ടിൽ വലിയുള്ള ഞാനും വെച്ച് ദൈവം ഇത് എന്ത് ഇപ്പൊ നിന്നെ വിട്ടേനെ ആലോചിച്ച അവള് കരയണ്ടാവോ? പിന്നെ ഇന്നും കൂടെ സ്റ്റാറ്റസ് ഇട്ട് എന്ത് ഇൻസ്റ്റാഗ്രാമില് അവള് മറ്റേ പണ്ടത്തെ ഫാഷൻ ഷോയുടെ പിന്നെ മറ്റേ സ്റ്റാറ്റസ് ഇട്ട് ഈ മന്ദൂരിച്ചൊക്കെ കാരണം എന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തേക്കണേ. ഇവന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തേക്കണേ. എന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തേക്കണേ. ഇന്ന് സ്റ്റോറി ഇടുന്നതിന്റെ ആവശ്യം അത് അന്നിട്ടുണ്ടാവുള്ളൂ. നന്ദു ഇത് അവളെ മെൻഷൻ ചെയ്തേക്കണതാ. സ്റ്റോറി ഇടണം. അത് നിക്ക് അവളെ ആരെ മെൻഷൻ ചെയ്ത? എന്റെ പൊന്നെ എന്നെ മെൻഷൻ ചെയ്തതാ. അതുകൊണ്ട് സീനില്ല. എന്നെ മെൻഷൻ ചെയ്ത അപ്പുവിന്റെ ഫുട്ബോൾ കളിനെ പറ്റിയുള്ള കാര്യമായിട്ട് പറയണേ. ആദ്യം ഒരുമാതിരി ഇങ്ങനെ വരികയും ചെയ്യും. ഇങ്ങനെ സാധനം കാണിക്കുകയും ചെയ്യും. ആ കാലുണ്ട്. ആ കാലം നമ്മൾ അടിച്ചു നേരെ ഒന്നല്ലെങ്കിൽ നമ്മള് വരാണെങ്കിൽ ഒന്നര ഇവരെ പോലെ കളിക്കുമ്പോഴേ പന്തെടുക്കാൻ വേണ്ടി വന്നേ ഇവരിങ്ങനെ തൊട്ട് ഇങ്ങനെ പോലെ അവരൊറ്റ പോലുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ഈ കൈയടക്കം കൊണ്ടുവരുവാൻ ചേച്ചി കൂടി പോയാൽ ഇപ്പൊ ഓരോരുത്തരും ഒരു പ്ലേയിങ് സ്റ്റൈൽ അറിയാലോ. ഇവന്റെ പ്ലേയിങ് സ്റ്റൈൽ പ്ലേസ് ഈ ലെഫ്റ്റിലേക്ക് കയറ്റാം. ഈ ലെഫ്റ്റിലേക്ക് കയറ്റുമ്പോ ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കവ കൊണ്ടുവരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ കവ കൊണ്ടുള്ള ചാൻസ് കുറയ്ക്കാൻ വേണ്ടി കാലകത്ത് അപ്പൊ ഇത്രയും കവർ ചെയ്തു. അതുപോലെ അവന്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാലം ഇങ്ങനെ വെക്കും. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ ഏരിയാവും ബാക്കി കൈ ഉപയോഗിക്കും. അവനെവിടെ കൊണ്ടാലും കാലോ കയ്യോ പോകും. ഫുട്ബോളിൽ ഷോൾഡർ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല. പുള്ളി തള്ളു നമ്മൾ അടിച്ചു വീഴും. തള്ളാലോ ഞാനൊന്നും ഇവരെ എന്റെ ചേച്ചി തള്ളല്ലേ ഒന്നല്ലെങ്കിൽ ഷോൾഡർ കോട തെറ്റും. അത് ഇൻഷുറൻസ് എടുത്ത് വണ്ടി നമ്മള് ഈ മാതിരി വിളക്കിട്ട് ഭയങ്കര അത് അവിടെ ചെറുക്കിയാണ് സൂപ്പറായിട്ട് അടിക്കുന്നത്. അവൻ നല്ല സൂപ്പറായിട്ട് കണ്ണാപ്പി മച്ചാൻ അതാണ് കണ്ണാപ്പി മച്ചാൻ ഓടിക്കുന്നത്. ഇത് നല്ലൊരു കൊച്ചുണ്ട് സൂപ്പറായിട്ട് കളിക്കണ.
നമ്മൾ ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞു, 2 മണി ആവാറായത്. ഞങ്ങൾ വിടാൻ പോവാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.